ദേശ ഇപ്പം ആദ്യമായിട്ടാണോ എരുമേലി വരുന്നത് പരിപാടിക്ക്? പേട്ട വേറെ ആനയായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ ഇവന്റെ കൂടെ ആയിട്ട് എത്ര നാളായി? അവന്റെ രഥമാണ് ഈ കിടക്കുന്നത്. നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ്, ശ്രീകുട്ടൻ എന്നാണ് പേര്. വണ്ടിയാണ്. ശരി ശരി. ഇവനുള്ള സഹായം എല്ലാം ഷെഫിക്ക് എല്ലാ വർഷവും പോലെ എത്തിച്ചു കൊടുത്തോ? എന്നാക്കി കൊടുത്തു ഇവിടെ? വീഡിയോ സ്ഥിരമായി കാണാറുണ്ടോ? കാണാറുണ്ടല്ലേ? എല്ലാം ഇഷ്ടമാണോ? ഞാൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടമാണോ? എവിടെ ആനയെ കണ്ടിട്ട് എന്നാ തോന്നുന്നു? ஆனையை கண்ட பெருசா இருக்கு. அது அமைதியா இவ்வளவு பெருசு இருக்கவும் என்ன பண்றதுன்னு தெரியல. கொஞ்சம் கிட்ட பார்க்கவும் இதுவா இருக்கு. നമസ്കാരം. VM പൃഥ്വി മീഡിയ വീണ്ടും സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ യുവരാജാവാണ് കണ്ടിയൂർ പ്രേംശങ്കർ. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പിലും പേട്ട എഴുന്നള്ളിപ്പിലും പങ്കെടുക്കുവാനായിട്ടാണ് കരിവീരൻ എത്തിയത്. തൃക്കടവൂർ ശിവരാജുവായിരുന്നു പതിവായി ഇവിടെ പങ്കെടുത്തിരുന്നത്. ചില അസൗകര്യങ്ങൾ മൂലം ശിവരാജു എത്താതിരുന്നതിനെ തുടർന്നാണ് പ്രേംശങ്കർ എത്തിയത്. കുട്ടിക്കൊമ്പന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 6 മാസം മുമ്പ് തന്റെ പാപ്പാനായി മാറിയ രാജേഷിനൊപ്പമാണ് പ്രേംശങ്കർ എരുമേലിയിലെത്തിയത്. ദേശ ഇപ്പം ആദ്യമായിട്ടാണോ എരുമേലി വരുന്നത് പരിപാടിക്ക്? പേട്ട വേറെ ആനയായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ ഇവന്റെ കൂടെ ആയിട്ട് എത്ര നാളായി? 4 മാസമായിട്ടുള്ളല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ഏതൊക്കെയാണ് എടുക്കാറുള്ളത്? വൈക്കം, തുറവൂര് അല്ലേ? പോകാറുണ്ടല്ലേ? ഇനിയിപ്പോ ഈ വർഷം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഏതാ ബുക്ക് ചെയ്തിട്ടുള്ളതിനെ? ചെങ്ങന്നൂർ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാ പോകുന്നത്? അടുത്ത ക്ഷേത്രം ഏതാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവന്റെ നീരുകാലമൊക്കെ ഏത് സമയത്താ? 1 മാസത്തോടെ ഉണ്ട് നീരുകാലത്തിൽ. നീരുകാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അറിയത്തില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. രാജേഷ് ഇതിനു മുമ്പ് ഏതാനയിലായിരുന്നു? തിരുനെല്ലിക്ക് ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. ബീഹാറിൽ നിന്നും 5 വയസ്സ് പ്രായമുള്ളപ്പോൾ 2000-ലാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുട്ടിക്കൊമ്പനെ സ്വകാര്യ വ്യക്തി നടക്കിരുത്തിയത്. ക്ഷേത്രത്തിൽ എത്തിയതു മുതൽ ആ നാടിൻ്റെ പ്രിയപ്പെട്ടവനായി മാറി പ്രേംശങ്കർ. നാട്ടുകാരുടെ ഓമന ലാളിച്ചു വളർന്ന കൊമ്പൻ ഒരുപാട് ശീലങ്ങളും അവരിൽ നിന്ന് പഠിച്ചു. എരുമേലിയിൽ വിളക്കെഴുന്നള്ളിപ്പിനും പേട്ടയ്ക്കുമെത്തുന്ന മുഴുവൻ ഗജവീരന്മാർക്കും ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഷെഫീഖ് എന്ന ചെറുപ്പക്കാരനാണ്. ഒന്നിനും ഒരു കുറവും ഇല്ലാതെ ഷെഫീഖ് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യും. നമ്മുടെ കടവൂര് ആനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇപ്പം പ്രേംശങ്കറാണല്ലോ വന്നത്. എങ്ങനെയുണ്ടോ ആന? ആന കുഴപ്പമില്ല. ആന ആദ്യമായിട്ടാണ് ഇവിടെ പരിപാടി എടുക്കാൻ വരുന്നത്. അപ്പോൾ ആനയ്ക്ക് 30 വയസ്സാണ് പ്രായമുള്ളത്. കുഴപ്പമില്ലാത്തൊരു ആനയാണ്. നല്ല പരിപാടി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ആന വൈക്കം, തുറവൂര് ഉള്ള പരിപാടിയൊക്കെ എടുക്കുന്നില്ല. ഈയിടെ കണ്ടൂരായിരുന്നു. ഇവന് 30 വയസ്സ് പ്രായമുള്ളൂ. 30 വയസ്സ് പ്രായം. ഇവന്റെ ഒരു സ്വഭാവവും പ്രത്യേകതകളൊക്കെ എങ്ങനെയാണ്? കുറുമ്പൊന്നുമില്ല, വലിയ കുറുമ്പൊന്നുമില്ല. പിന്നെ ഏത് ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്? ഏതാ ഇവൻ? കണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. അവന്റെ രഥമാണ് ഈ കിടക്കുന്നത്. നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ്, ശ്രീകുട്ടൻ എന്നാണ് പേര്. വണ്ടിയാണ്. ശരി ശരി. ഇവനുള്ള സഹായം എല്ലാം ഷെഫിക്ക് എല്ലാ വർഷവും പോലെ എത്തിച്ചു കൊടുത്തോ? എന്നാക്കി കൊടുത്തു? ഇവിടെ ഒരുക്കി കൊടുത്തു? പനങ്കൈ കെട്ടാനുള്ള സൗകര്യം ഇവിടാണ്. ഏത് നമ്മുടെ ബോർഡാന ഏത് വന്നാലും ഇവിടെ തന്നെയാണ് കിട്ടുന്നത്. ഇത് ബോർഡിന്റെ സ്കൂളാണ്. എല്ലാവരും ഒരുമിച്ചാണ്. ഷെഫിക്കിനോട് എന്നെ ആവശ്യപ്പെട്ടാൽ ഷെഫിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു? എല്ലാം ചെയ്തു. അപ്പം തീറ്റ എത്തിച്ചു കൊടുത്തു, വെള്ളം ഇപ്പം വരും, എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത്? എല്ലാം ഞാൻ തന്നെ. സ്കൂളുകാർ ഷെഫിക്കിനെ ഏൽപ്പിക്കുമോ അതോ?
സ്കൂളുകാരല്ല, ബോർഡ് ഏൽപ്പിക്കും. പ്രേംശങ്കറിന്റെ കുസൃതിത്തരങ്ങളും ശീലങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. രാവിലെ തറയിൽ നിന്നഴിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് സമീപമുള്ള കിഴക്കുപുറത്ത് അനുവിൻ്റെ ചായക്കടയിലേക്ക് ഒരു പോക്കാണ്. അവിടെ അവനായി 8 പൊറോട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞ് അനുവിൻ്റെ അമ്മ നൽകുന്ന തണുപ്പിച്ച ചായ അത് കഴിച്ച ശേഷമാണ് മടക്കം. ഒരുപക്ഷെ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലോ ഏഷ്യയിലോ പ്രഭാത ഭക്ഷണമായി രാവിലെ പൊറോട്ടയും ചായയും കഴിക്കുന്ന ഗജവീരൻ പ്രേംശങ്കർ ആയിരിക്കും. ക്ഷേത്രത്തിന് സമീപമുള്ള വീടുകൾക്ക് അടുത്തുകൂടി പോകുമ്പോഴും പ്രേംശങ്കറിന് ചില ശീലങ്ങളുണ്ട്. പതിവായി ഭക്ഷണം ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിയ വായിൽ കരയും. ഭക്ഷണം ലഭിക്കുന്നതുവരെ ഇത് തുടരും. ചിലർ വിചാരിക്കും പാപ്പാന്മാർ ഉപദ്രവിച്ചതിനെ കൊണ്ടാണ് ഗജവീരൻ കരയുന്നതെന്ന്. ഭക്ഷണം ലഭിക്കുവാൻ ചെറുപ്പകാലം മുതൽ ശീലിച്ച ഒരു ശീലമാണ് ഇത്. 30 വയസ്സ് പ്രായമുള്ള പ്രേംശങ്കർ പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ്. മതപ്പാട് സമയത്ത് ഉള്ളിൽ കോളായാലും അത് പ്രകടിപ്പിക്കയില്ല. ഒലിച്ച് തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും കെട്ടിയതിന് ശേഷം മാത്രമേ പാപ്പാന്മാരെ അടുപ്പിക്കാതെയുള്ള പ്രകടനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. നല്ല എഴുന്നള്ളിപ്പ് ചിട്ടയുള്ള ആനകുടിയാണ് പ്രേംശങ്കർ എന്നാണ് പ്രേംശങ്കറിനൊപ്പമുണ്ടായിരുന്ന പാപ്പാന്മാരെല്ലാം അഭിപ്രായപ്പെടുന്നത്. ഞങ്ങളെത്തിയപ്പോൾ എരുമേലി ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് പ്രേംശങ്കറിനെ തളച്ചിരുന്നത്. നൽകുന്ന തീറ്റ വൃത്തിയായി കുടഞ്ഞ് കഴിക്കുന്ന പ്രേംശങ്കറിനെയാണ് കാണാൻ കഴിഞ്ഞത്. എന്ത് കാര്യം മനസ്സിൽ തോന്നിയാലും പാപ്പാൻ അനുവദിച്ചാൽ അത് ചെയ്യുന്ന ആന കൂടിയാണ് പ്രേംശങ്കർ. ക്ഷീണമുണ്ടെങ്കിൽ അപ്പോൾ പകലാണ് എന്നൊന്നും നോക്കത്തില്ല. ആ സ്ഥലം നല്ലതാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് പ്രേംശങ്കറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വളർന്നുവരുന്ന കൊമ്പനായ പ്രേംശങ്കറിന് ഇപ്പോൾ തന്നെ നിരവധി ആരാധകരുമുണ്ടത്രേ. കാണാറുണ്ടല്ലേ? ആ അതെ അതെ. എങ്ങനെ പേരെങ്ങനെ? ജോമോളല്ലേ? ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്? അടുത്ത് താമസിക്കുന്നല്ലേ? ഓക്കെ. ഈ പ്രത്യേക വീഡിയോ സ്ഥിരമായി കാണാറുണ്ടോ? കാണാറുണ്ടല്ലേ? എല്ലാം ഇഷ്ടമാണോ? എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടമാണോ? എവിടെ വരും? പാമ്പാടി വരും അല്ലേ? ആ ശരി ശരി. അടിച്ചു കഴിഞ്ഞാൽ ശബരിമല ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശിയായ യുവാവിന് പോലും പ്രേംശങ്കറിനെ വല്ലാതെ പിടിച്ചു. കേരളാവിൽ മാത്രമേ ഇത്രയും അഴകുള്ള കൊമ്പന്മാരെ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഈ യുവാവ് പറയുന്നത്. എന്ത് ചെയ്ത്? ആനയെ കണ്ടിട്ട് എന്നാ തോന്നുന്നു? ആനയെ കണ്ട പെരുസാ ഇருக்கு. அது அமைதியா இவ்வளோ பெருசு இருக்கவும் என்ன பண்றதுன்னு தெரியல. கொஞ்சம் கிட்ட பார்க்கவும் இதுவா இருக்கு. തമിഴ്നാട്ടിൽ ഇത്ര ആനയുണ്ടോ? തമിഴ്നാട്ടിൽ കമ്മി, കേരള അധികം. അല്ലേ? ഇഷ്ടമായോ? ആന ഇഷ്ടമായോ? ആ ரொம்ப ഇഷ്ടം ആണല്ലേ? പ്രേംശങ്കറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രേംശങ്കറിനെ കുളിപ്പിക്കുന്നതും ആ സമയത്ത് അവൻ്റെ പ്രതികരണങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ.